30 കോടി കയ്യിൽ കിട്ടിയിട്ടും സ്വന്തം ജീവിതത്തിനായി 1 രൂപ പോലും വെച്ചില്ല. ഈ മനുഷ്യനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പണം കിട്ടിയാൽ ജീവിതം മാറ്റാനാണ് മിക്കവരും സ്വപ്നം കാണുന്നത്. എന്നാൽ കോടികൾ കയ്യിൽ കിട്ടിയിട്ടും അതെല്ലാം അനാഥർക്കും പാവപ്പെട്ടവർക്കുമായി നൽകി സ്വന്തം ജീവിത ചെലവിന് ഒരു സാധാരണ ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്ത ഒരാളുണ്ടായിരുന്നു. ആ മഹാമനുഷ്യനാണ് പാലം കല്യാണസുന്ദരം. തമിഴ്നാട്ടിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം തിരുനെൽവേലിയുടെ കുമാരസ്വാമി കോളേജിൽ നിന്ന് ലൈബ്രറി സയൻസിലെ സ്വർണ്ണ മെഡലോടുകൂടി പഠനം പൂർത്തിയാക്കി. തുടർന്ന് 35 വർഷത്തോളം ലൈബ്രറിയനായി ജോലി ചെയ്തെങ്കിലും ആ കാലയളവിൽ ലഭിച്ച ശമ്പളത്തിൽ നിന്ന് സ്വന്തം ആവശ്യങ്ങൾക്കായി 1 രൂപ പോലും എടുത്തില്ല. ഓരോ മാസത്തെ ശമ്പളവും വിരമിച്ചപ്പോൾ ലഭിച്ച ആനുകൂല്യങ്ങളും പാവപ്പെട്ടവരുടെ വിദ്യാഭ്യാസത്തിനും അനാഥാലയങ്ങൾക്കുമായി മാറ്റിവെച്ചു. സ്വന്തം ഭക്ഷണത്തിനും ചെറിയ ചെലവുകൾക്കുമായി ലൈബ്രറി ജോലി കഴിഞ്ഞ് ഹോട്ടലുകളിൽ വെയിറ്ററായും സർവറായും ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലളിതമായ ജീവിതവും മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ഈ അസാധാരണ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പിന്നീട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. അമേരിക്കയിലെ ഒരു സംഘടന അദ്ദേഹത്തെ മാൻ ഓഫ് ദ മില്ലേനിയമായി തിരഞ്ഞെടുത്ത് 30 കോടി രൂപ സമ്മാനമായി നൽകി. എന്നാൽ ആ തുക പോലും അദ്ദേഹം സ്വന്തം ജീവിതത്തിനല്ല, അനാഥരുടെയും അശരണരുടെയും ക്ഷേമത്തിന് പ്രവർത്തിക്കുന്ന ട്രസ്റ്റുകൾക്ക് മുഴുവൻ കൈമാറി. ഈ കഥ അറിഞ്ഞ് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അദ്ദേഹത്തെ നേരിൽ കാണാനെത്തി. അദ്ദേഹത്തിൻ്റെ ലാളിത്യവും നന്മയും കണ്ട് രജനികാന്ത് ഇനി മുതൽ അങ്ങാണ് എൻ്റെ അപ്പ എന്ന് പറഞ്ഞതായും വ്യാപകമായി പ്രചരിക്കുന്ന കഥകളുണ്ട്. സ്വന്തം ബംഗ്ലാവിൽ താമസിക്കാൻ നൽകിയ ക്ഷണം പോലും കല്യാണസുന്ദരം വിനയത്തോടെ നിരസിച്ചു. സാധാരണക്കാരനായി ജീവിക്കാനാണ് തനിക്കിഷ്ടമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭാരത സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പുരസ്കാരം അനേകം മനുഷ്യരുടെ ജീവിതത്തിൽ തെളിച്ച വെളിച്ചമാണ്. സ്വാർത്ഥത പലപ്പോഴും വിജയമായി കണക്കാക്കപ്പെടുന്ന ഈ കാലത്ത് ത്യാഗത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും ജീവനുള്ള പ്രതീകമായി പാലം കല്യാണസുന്ദരത്തിൻ്റെ ജീവിതം ഇന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു സത്യം മാത്രമാണ്: കൊടുക്കാൻ മനസ്സുള്ളവനാണ് യഥാർത്ഥ സമ്പന്നൻ.